വിദേശ വാർത്തകളിലേക്ക്. ഗസയിൽ യുദ്ധത്തിന് കാരണം ഹമാസ് എന്ന് അമേരിക്ക. ഗസയിലേത് വംശഹത്യയല്ലെന്നും നിരപരാധികളായ പലസ്തീൻകാരുടെ സുരക്ഷ ഇസ്രായേൽ സേന ഉറപ്പാക്കണമെന്നും അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പറഞ്ഞു. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്, പ്രത്യേകിച്ച് ഇസ്രായേൽ പാലസ്തീൻ തർക്കം അവസാനിപ്പിക്കാൻ ഉള്ള ഒരു വഴി ഒരുക്കുവാനുള്ള അമേരിക്കയുടെ ചില നിർദ്ദേശങ്ങളുമായിട്ടാണ് ഇന്ന് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ തന്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഒന്നൊന്നായി നിരത്തി പറഞ്ഞത്. ഗസയിൽ യുദ്ധത്തിന് കാരണക്കാർ ഹമാസ് ആണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഈ ഗസയിലേത് വംശഹത്യയല്ലെന്നും അതേസമയം നിരപരാധികളായ പാലസ്തീൻകാരുടെ സുരക്ഷ ഇസ്രായേൽ സേന ഉറപ്പാക്കണമെന്നും ജേക്ക് സള്ളിവൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഹമാസ് പാലസ്തീൻ പൗരന്മാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്ന് അമേരിക്ക വീണ്ടും ആരോപിക്കുകയാണ്. 10 ലക്ഷത്തോളം പാലസ്തീൻകാരെ സുരക്ഷിതരായി ഒഴിപ്പിച്ചെടുക്കുന്നത് ഉൾപ്പെടെ ഇനിയും യുദ്ധത്തിന്റെ ഒരു പ്ലാൻ ഒന്നും ബെഞ്ചമിൻ നെതന്യാഹു ഈ വൈറ്റ് ഹൗസിന് ഇപ്പോഴും നൽകിയിട്ടില്ല. ഇതിന്റെ പേരിൽ പല പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവും തമ്മിൽ വാക്കുതർക്കങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് സള്ളിവൻ പറയുന്നത്. വലിയ തോതിൽ റഫേൽ സൈനിക നീക്കം നടത്തുന്നത് ഒരു മണ്ടത്തരമായിരിക്കും, ദീർഘകാലം ഒരുപക്ഷെ നീണ്ടുന്നു പോകുന്ന ഒരു കെണിയായിട്ട് ഇസ്രായേലിന് ഭാവിയിൽ ഈ യുദ്ധം മാറുവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തുകയാണ്. അമേരിക്ക ഇസ്രായേലിന് പ്രധാനമായി നൽകുന്നത് പ്രതിരോധ ആയുധങ്ങളാണ്. എന്നാൽ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു 2000 പൗണ്ട് ഉള്ള ബോംബുകൾ ഒരു കാരണവശാലും നൽകില്ല എന്നാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. ഇരുവശത്തായി ഇസ്രായേലും പാലസ്തീനുകളും മുന്നോട്ടുള്ള കാലം സമാധാനമായി കഴിയണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. എസ് കെ, അതേസമയം ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ വംശജനായ ഒരു ഉദ്യോഗസ്ഥൻ ഗസയിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 46 വയസ്സുള്ള വൈഭവ് അനിലാണ് കൊല്ലപ്പെട്ടത്. അനിലും മറ്റൊരു ഉദ്യോഗസ്ഥനും സഞ്ചരിച്ച വാഹനം ആക്രമണത്തിൽപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.